Hello students, എൻ്റെ ലാസ്റ്റ് വീഡിയോസിൽ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പറഞ്ഞു തീർത്തത്. അതായത് ഗ്യാസ് ലോസുമായി ബന്ധപ്പെട്ട വാതക നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ചർച്ച ചെയ്തത്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടാണ്, രണ്ടാമത്തെ ഭാഗമാണ്. മോൾ കോൺസെപ്റ്റ് അഥവാ മോൾ സങ്കല്പനം. യെസ്, അതാണ് ഈ ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ട്, മോൾ കോൺസെപ്റ്റ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മോൾ സങ്കല്പനം. അപ്പോൾ ഈ മോൾ കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ നമ്മൾ ആദ്യമായിട്ട് ആറ്റോമിക് മാസ് എന്താണെന്ന് അറിയണം, അതിനുശേഷം മോളിക്കുലാർ മാസ് എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം ആറ്റോമിക് മാസ് എന്താണെന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, ആറ്റോമിക് മാസ്. ആറ്റോമിക മാസ് എന്താണെന്ന് നമുക്ക് ഇന്ന് ആദ്യം ചർച്ച ചെയ്യാം. അപ്പോ ഒരാറ്റം എന്നത് നമുക്കറിയാം വളരെ വളരെ ചെറുതാണ്, അല്ലെ? എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾ ആണ്. മാത്രമല്ല അതിൻ്റെ ഭാരം വളരെ കുറവാണ്. ഇറ്റ് ഈസ് ടു ലൈറ്റ്. ഭാരം വളരെ കുറവാണ്. യെസ്, then we can say that the atom is too small and too light to be weighed. നമുക്ക് തൂക്കി നോക്കാൻ പറ്റാതെ അത്രയും ചെറുതും ഓക്കെ ഭാരം കുറഞ്ഞതുമായ കണമാണ് ആറ്റം. അതുകൊണ്ട് തന്നെ ആറ്റത്തിന്റെ ശരിക്കുള്ള മാസ്, ആക്ച്വൽ മാസ് വളരെ ചെറുതാണ്. ഈ വളരെ ചെറിയ മാസാണ്, നെഗ്ലിജിബിൾ മാസാണ് ആറ്റത്തിനുള്ളത്. അപ്പോ ഈ മാസ് എന്താണ്? മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന് ഇൻകൺവീനിയന്റ് ആണ്. ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞ പോയിന്റ്? എന്താ? ആറ്റത്തിന്റെ ആക്ച്വൽ മാസ് വളരെ ചെറുതായതുകൊണ്ട്, ശരിക്കുള്ള മാസ് വളരെ ചെറുതായതുകൊണ്ട് ഓക്കെ, ഒരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ ഈ മാസ് ഇൻകൺവീനിയന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആറ്റത്തിന്റെ ആക്ച്വൽ മാസിനു പകരം റിലേറ്റീവ് മാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റിലേറ്റീവ് മാസ്. അപ്പോ ആറ്റത്തിന്റെ ആക്ച്വൽ മാസിനു പകരം നമ്മൾ റിലേറ്റീവ് മാസ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആപേക്ഷിക മാസ്. ഓക്കെ, ആപേക്ഷിക മാസ്, റിലേറ്റീവ് മാസ് ഓർ റിലേറ്റീവ് ആറ്റോമിക് മാസ് എന്ന് നമുക്ക് പറയാം, അല്ലെ? റിലേറ്റീവ് ആറ്റോമിക് മാസ്, ആപേക്ഷിക ആറ്റോമിക മാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആപേക്ഷിക ആറ്റോമിക് മാസ്, റിലേറ്റീവ് ആറ്റോമിക് മാസ്. അപ്പോ ഈ ആറ്റത്തെ പോലുള്ള സൂക്ഷ്മ കണങ്ങളുടെ, എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസിന്റെ മാസ് പ്രസ്താവിക്കുന്നത് ഈ റിലേറ്റീവ് മാസിലാണ്, ആപേക്ഷിക മാസിലാണ്. ഞാൻ എന്ന് പറഞ്ഞു, ആപേക്ഷിക മാസ് രീതിയാണ് സൂക്ഷ്മ കണങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. റിലേറ്റീവ് മാസ് രീതി. യെസ്, റിലേറ്റീവ് മാസ് രീതിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഈ റിലേറ്റീവ് ആറ്റോമിക് മാസ് മെത്തേഡിൽ, ആപേക്ഷിക ആറ്റോമിക് മാസ് രീതിയിൽ കാർബൺ 12 എന്ന ഐസോട്ടോപ്പിന്റെ എന്താണ് മാസ് ആണ് അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, കാർബൺ 12 ഐസോട്ടോപ്പ് ആണ് അടിസ്ഥാനമായി ഉപയോഗിക്കുന്നത്. ഓക്കെ, മാസ് നമ്പർ 12 ആയ കാർബൺ. യെസ്, carbon 12 isotope.
ചെയ്യുന്നത്? ഇപ്പോൾ കാർബൺ 12 ഐസോടോപ്പിനെ ഒരു സ്റ്റാൻഡേർഡ്, ഒരു അടിസ്ഥാനമായി എടുത്തുകൊണ്ടാണ് ആപേക്ഷിക മാസ് രീതിയിൽ മറ്റാറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ കാർബൺ 12 ഐസോടോപ്പിന്റെ മാസിന്റെ 12ൽ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ചാണ് മൂലകങ്ങളുടെ ആറ്റോമിക് മാസ് പ്രസ്താവിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞ, കാർബൺ 12 എന്ന ഐസോടോപ്പിന്റെ മാസിന്റെ 12ൽ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ചാണ് മൂലകങ്ങളുടെ മാസ്, മൂലകങ്ങളുടെ ആറ്റോമിക് മാസ് പ്രസ്താവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കാർബൺ 12 ആറ്റം എടുത്തു. ഇതിനെ നമ്മൾ ഈക്വൽ മാസുള്ള 12 കഷ്ണങ്ങളാക്കി ഡിവൈഡ് ചെയ്യുന്നു, വിഭജിക്കുന്നു. ഓക്കെ, കാർബൺ 12 ആറ്റം എടുത്തു. അതാണ് ഇവിടെ സ്റ്റാൻഡേർഡ്. കാർബൺ 12നെയാണ് നമ്മൾ അടിസ്ഥാനമായിട്ട് എടുക്കുന്നത്. അപ്പൊ കാർബൺ 12 ആറ്റത്തെ നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ മാസുള്ള 12 കഷ്ണങ്ങളാക്കി വിഭജിക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ മാസുള്ള 12 യൂണിറ്റുകൾ കിട്ടും. അതിൽ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റായി കൺസിഡർ ചെയ്യുന്നു, ഒരു യൂണിറ്റായി പരിഗണിച്ചാണ് മൂലകങ്ങളുടെ ആറ്റോമിക് മാസ്, ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റോമിക് മാസ് പ്രസ്താവിക്കുന്നത്. ഈ മാസിനെയാണ് നമ്മൾ യൂണിഫൈഡ് മാസ് അഥവാ യൂണിഫൈഡ് മാസ് symbol is U, or atomic mass unit AMU ആണ് അതിന്റെ ഷോർട്ട് ഫോം. AMU എന്ന് പറയുന്നത്. ഞാൻ എന്താ പറഞ്ഞ, കാർബൺ 12 ആറ്റത്തെ ഈക്വൽ കാർബൺ 12 ആറ്റത്തെ ഈക്വൽ മാസുള്ള 12 യൂണിറ്റുകളാക്കി ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു യൂണിറ്റിന്റെ മാസിനെയാണ് നമ്മൾ യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ് സിംബൽ ഈസ് യു അല്ലെങ്കിൽ ആറ്റോമിക് മാസ് യൂണിറ്റ് AMU എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. യെസ്, what is meant by 1 AMU? What is meant by 1 atomic mass unit or 1 unified mass? 1 atomic mass unit or 1 unified mass. Please listen. ഇപ്പോൾ 1 AMU എന്നാൽ കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ, ഞാൻ പറഞ്ഞല്ലോ, 12ൽ ഒരു ഭാഗം. 1 AMU എന്നാൽ കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 12ൽ ഒരു ഭാഗമാണ്. ഓക്കെ, ദാറ്റ് ഈസ് 1 AMU is the 1/12th mass of carbon 12 atom. 1 AMU is the 1/12th mass of carbon 12 atom. Okay, ഒന്നുകൂടി ഞാൻ പറയുന്നു, very important. 1 atomic mass unit or 1 unified mass is the 1/12th mass of carbon 12 atom. അതായത് എന്താണ്? കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 12ൽ ഒരു ഭാഗമാണ് 1 atomic mass unit, 1 AMU or 1 U.
one atomic mass unit or one unified mass. Okay, അപ്പോൾ 1 AMU, 1 atomic mass unit or 1 unified mass, 1 U is equal to 1/12 into mass of carbon 12 atom. Okay, അതായത് 1/12 into അല്ലേ, ഓർ ഇനി പറയാം 1/12 into എന്താണ്, യെസ്, കാർബൺ 12 ആറ്റത്തിന്റെ മാസ്, കാർബൺ 12 ആറ്റത്തിന്റെ മാസ് ആണ് 1 AMU or 1 U. ഓക്കെ, അപ്പോ ഈ വാല്യൂ നിങ്ങൾക്ക് കിട്ടുക, പ്ലീസ് ലിസൺ, 1 U is equal to 1.606 into 10⁻⁻12 gram ആണ്. അപ്പോൾ 1 ആറ്റോമിക് മാസ് യൂണിറ്റ്, അതായത് ഞാൻ പറഞ്ഞേ കാർബൺ 12 ആറ്റത്തിന്റെ മാസിനെ 12 യൂണിറ്റുകളാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു യൂണിറ്റിന്റെ മാസ് ആണ് 1 AMU or 1 U. ആ വാല്യൂ എത്രയാണ്, ആ മാസ് എത്രയാണ്, 1.606 into 10⁻⁻24 gram. ഇനി ഞാൻ ചില ഇമ്പോർട്ടന്റ് എലമെന്റ്സിന്റെ ചില പ്രധാനപ്പെട്ട മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ റിലേറ്റീവ് ആറ്റോമിക് മാസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, പ്ലീസ് ലിസൺ. ഹൈഡ്രജന്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ്, റിലേറ്റീവ് ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ, relative atomic mass of hydrogen is 1 U, 1 U or 1 AMU. Then helium 4U, okay, yes, helium 4U, carbon 12U, okay, nitrogen 14U, then oxygen 16U, then sulfur 32U. ഇതാണ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ ആറ്റങ്ങളുടെ റിലേറ്റീവ് ആറ്റോമിക് മാസ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. 10th അത്രയും ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയാം. ഇവിടെ ഹീലിയം ആറ്റത്തിന്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് എത്രയാണ്, 4 AMU ആണ് അല്ലെ. എന്താണ് ഇതിന്റെ മീനിങ്, എന്താ, കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ, കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 12 ഭാഗം, അതാണ് 1 AMU അല്ലെ. അതുമായി താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ എന്താണ് 4 ടൈംസ് കൂടുതലാണ്, 4 ടൈംസ് കൂടുതലാണ് ഹീലിയം ആറ്റത്തിന്റെ മാസ്. അതാണ് അതിന്റെ മീനിങ്, 4U അല്ലെ. 1 ആറ്റോമിക് മാസ് യൂണിറ്റ് 1U ആണ്. ഒരു ഹീലിയത്തിന്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് 4U ആണ്. അപ്പോ കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 12 ഭാഗത്തിന്റെ മാസാണ് 1U. അതിനേക്കാൾ 4 ടൈംസ്, 4 മടങ്ങ് കൂടുതലാണ് ഇവിടെ ഹീലിയത്തിൻ്റെത്. ഓക്കെ ഓക്കെ, അപ്പൊ കാർബണിൻ്റെത് 12U അങ്ങനത്തെ ആയിരിക്കുമല്ലോ. കാരണം കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 12 ഭാഗമാണ് 1U. അതിനേക്കാൾ 12 യൂണിറ്റ് കൂടുതലായിരിക്കും ആ കാർബൺ 12 ആറ്റത്തിന്റെ മാസ് അല്ലെ. ഓക്കെ, 1/12 ദ മാസ് ഓഫ് കാർബൺ 12 ആറ്റം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഗ്രാം ആറ്റോമിക് മാസ്? എന്താണ് ഗ്രാം ആറ്റോമിക മാസ്? gram atomic mass, gram atomic mass. Okay, gram atomic mass എന്ന് നമുക്ക് നോക്കാം. gram atomic mass, gram atomic mass. What is meant by gram atomic mass? Yes, ഇത്രയേ ഉള്ളൂ. ഒരാറ്റത്തിന്റെ ആറ്റോമിക മാസ് ഗ്രാമിൽ പ്രസ്താവിക്കുകയാണെങ്കിൽ അതിനെ ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്നു. ഗ്രാം ആറ്റോമിക് മാസ് അല്ലെങ്കിൽ 1 ഗ്രാം ആറ്റം എന്ന് പറയും കേട്ടോ. ഗ്രാം ആറ്റോമിക് മാസ് അല്ലെങ്കിൽ 1 ഗ്രാം ആറ്റം.
ഒരാറ്റത്തിന്റെ ആറ്റോമിക മാസ് ഗ്രാമിൽ പ്രസ്താവിക്കുകയാണെങ്കിൽ അതിനെ ഗ്രാം ആറ്റോമിക മാസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ 1 ഗ്രാം ആറ്റം എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഗ്രാം ആറ്റോമിക് മാസ്? ഒരാറ്റത്തിന്റെ ആറ്റോമിക മാസ്, ഒരാറ്റത്തിന്റെ ആറ്റോമിക മാസ് ഗ്രാമിൽ പ്രസ്താവിക്കുകയാണെങ്കിൽ അതിനെ ഗ്രാം ആറ്റോമിക മാസ് എന്ന് പറയുന്നു. അതിനെ ഗ്രാം ആറ്റോമിക മാസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോ എന്താണ്? ഇറ്റ് ഈസ് ദ മാസ് ഓഫ് an atom expressed in gram. Gram atomic mass is the mass of an atom expressed in gram. Okay, gram atomic mass is also called 1 gram atom എന്ന് പറയും കേട്ടോ. 1 gram atom. അപ്പോ നമുക്ക് പറയാം atomic mass of an element. Atomic mass of an element. Atomic mass of an element is expressed in grams. In grams is called gram atomic mass. Gram atomic mass or 1 gram atom. The gram atomic mass is simply called 1 gram atom. ഒരു ആറ്റത്തിന്റെ ആറ്റോമിക് മാസ് ഗ്രാമിൽ പ്രസ്താവിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഗ്രാം ആറ്റോമിക് മാസ് അല്ലെങ്കിൽ 1 ഗ്രാം ആറ്റം എന്ന് പറയുന്നു. യെസ്, അപ്പൊ ഇതിനെ നമുക്ക് ഗ്രാം ആറ്റോമിക് മാസിനെ GAM കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. GAM, ഗ്രാം ആറ്റോമിക് മാസ്. അപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന എലമെന്റ്സിന്റെ ഗ്രാം ആറ്റോമിക് മാസ് നമുക്ക് ഇവിടെ എഴുതിക്കൂടെ? യെസ്, ഗ്രാം ആറ്റോമിക് മാസ് ഓഫ് ദീസ് എലമെന്റ്സ്. ഇത് റിലേറ്റീവ് ആറ്റോമിക് മാസ് ആണ്. ഇനി ഇവിടെ എഴുതാൻ വേണ്ടി പോകുന്നത് GAM, ഗ്രാം ആറ്റോമിക് മാസ് ആണ്. അപ്പോ ഈ എലമെന്റ്സിന്റെ ആറ്റോമിക് മാസ് നമുക്ക് ഇനി ഗ്രാമിൽ പ്രസ്താവിക്കാം. യെസ്, അപ്പൊ എന്താ? ഹൈഡ്രജന്റെ ആറ്റോമിക് മാസ്, റിലേറ്റീവ് ആറ്റോമിക് മാസ് 1U ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഗ്രാമിൽ എഴുതിയാൽ 1 ഗ്രാം. 1 gram, yes, it is also equal to 1 gram atom. 1 gram of hydrogen means 1 gram atom of hydrogen. 1 gram atom of hydrogen, yes. Then the gram atomic mass of helium 4 gram. Atomic mass 4, അതിനെ gram എക്സ്പ്രസ് ചെയ്യാം. ഇത് ശരിക്കും എന്താണ്? 1 gram ആറ്റത്തിന് ഈക്വൽ ആണ്. 1 gram ആറ്റത്തിന് ഈക്വൽ ആണ്. അപ്പോൾ ഹിയർ 12 gram, 14 gram, 16 gram. സൾഫറിന്റെ ഗ്രാം ആറ്റോമിക് മാസ് 32 gram. ഓക്കെ, അല്ലെങ്കിൽ 1 gram ആറ്റം എന്ന് പറയാം. 1 gram ആറ്റം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് മോൾ? മോൾ എന്താണ് നമുക്ക് നോക്കാം. യെസ്, മോൾ എന്താണ്? മോൾ നമുക്കറിയാം. ഒരു ഡസൻ എന്നാൽ എത്ര എണ്ണമാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. 1 dozen equal to 12 എണ്ണമാണ് അല്ലെ? ഞാൻ 1 dozen പെൻ എടുത്തു. എന്താ മീനിങ്? ഞാൻ 12 പെന്നിന്റെ എണ്ണം 12 ആണ്. യെസ്, അപ്പോ ഇതേപോലെ തന്നെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന, ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആറ്റങ്ങളുടെ, മോളിക്യൂൾസിന്റെ, മീൻസ് തന്മാത്രകളുടെ ഒക്കെ എണ്ണം സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഏകകമാണ് മോൾ. ഓക്കെ, അപ്പോ മോൾ ഇസ് എ യൂണിറ്റ് used to express the number of atoms, molecules or ions take part in a chemical reaction. അപ്പോൾ 1 dozen എന്നത്
12 എണ്ണമാണെങ്കിൽ വൺ മോൾ എന്നത് എത്ര എണ്ണമാണെന്ന് അറിയാമോ? എന്താണ്? 6.022 ഇൻറ്റു 10⁻23 എണ്ണമാണ്. അതായത് ഞാനിപ്പോൾ 1 മോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ എടുത്തു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 6.022 ഇൻറ്റു 10⁻23 അത്രയും എണ്ണം ഹൈഡ്രജൻ ആറ്റങ്ങൾ എടുത്തു. 1 മോൾ ഓക്സിജൻ ആറ്റം ഉണ്ട് ഒരു ജാറിൽ എന്ന് പറയാം. 1 മോൾ ഓക്സിജൻ ആറ്റം ഉണ്ട് ഒരു ജാറിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ജാറിൽ 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റങ്ങളുണ്ട്. നേരെ മറിച്ച് അവിടെ ആ ജാറിൽ 1 മോൾ ഓക്സിജൻ തന്മാത്രകളാണ് ഉള്ളതെങ്കിലോ 1 മോൾ ഓക്സിജൻ മോളിക്യൂൾ. സപ്പോസ് ദാറ്റ് jar contains 1 മോൾ ഓക്സിജൻ മോളിക്യൂൾ. എന്താണ് ഇത് നമുക്ക് തരുന്ന മീനിങ്? That jar contains 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ മോളിക്യൂൾസ്. ആ ജാറിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ തന്മാത്രകളുടെ എണ്ണം 6.022 ഇൻറ്റു 10⁻23 ആണ്. അത്രയും എണ്ണമുണ്ട്. ഇതിനെ നമ്മൾ 1 മോൾ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഇനി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ശ്രദ്ധിക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഹൈഡ്രജന്റെ എന്താണ് റിലേറ്റീവ് ആറ്റോമിക് മാസ് 1U ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ ഗ്രാം ആറ്റോമിക് മാസ് അപ്പൊ എത്രയാണ് ഞാൻ പറഞ്ഞു? 1 ഗ്രാം ആണെന്ന് പറഞ്ഞു അല്ലെ? 1 ഗ്രാം ആണ്. ഇത് 1 ഗ്രാം ആറ്റത്തിന് ഈക്വൽ ആണെന്നും പറഞ്ഞു. 1 ഗ്രാം ആറ്റം. അപ്പോ ഇവിടെ നിങ്ങൾ ഓർക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്, ഞാനിപ്പോൾ 1 ഗ്രാം ഹൈഡ്രജൻ ആറ്റങ്ങൾ എടുത്തു എന്ന് എഴുതും. 1 ഗ്രാം ആറ്റം ഓഫ് ഹൈഡ്രജൻ. 1 ഗ്രാം ആറ്റം ഓഫ് ഹൈഡ്രജൻ മീൻസ് എത്ര ഗ്രാം ഹൈഡ്രജൻ ആണ്? 1 ഗ്രാം ഹൈഡ്രജൻ ആണ്. ഓക്കെ. 1 ഗ്രാം ഹൈഡ്രജൻ ആറ്റങ്ങൾ എടുത്താൽ അതിൽ 1 മോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാവും. 1 മോൾ മീൻസ് 6.022 ഇൻറ്റു 10⁻23 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിലപ്പോ പറഞ്ഞ 1 മോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാവും. 6.022 ഇൻറ്റു 10⁻23 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടാവും. ഇനി നമുക്ക് നോക്കാം അടുത്തത് കാർബൺ അല്ലെ? എക്സാമ്പിൾ കാർബണിന്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് 12U ആണ്. 12 യൂണിഫൈഡ് മാസ്. അപ്പോ അതിന്റെ ഗ്രാം ആറ്റോമിക് മാസ് 12 ഗ്രാം ആണ്. അപ്പൊ 12 ഗ്രാം കാർബൺ എടുത്തു കഴിഞ്ഞാൽ അത് ഏതിന് ഈക്വൽ ആണ് നമുക്കറിയാം? 1 ഗ്രാം ആറ്റത്തിന് ഈക്വൽ ആണ്. 1 ഗ്രാം ആറ്റത്തിന് ഈക്വൽ ആണ്. അതിലുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 1 മോൾ ആറ്റങ്ങൾ ഉണ്ടാവും. അതായത് 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം അല്ലെ? ഇപ്പൊ എന്താണ്? ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജന്റെ ആറ്റോമിക് മാസ് റിലേറ്റീവ് ആറ്റോമിക് മാസ് 16U ആണ്. എന്താ അർത്ഥം? അതിന്റെ ഗ്രാം ആറ്റോമിക് മാസ് അപ്പൊ എന്താ? 16 ഗ്രാം ആണ്. ആറ്റോമിക് മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഗ്രാം ആറ്റോമിക് മാസ് എന്ന് പറയുന്നു 16 ഗ്രാം ആണ്. അപ്പൊ 16 ഗ്രാം ഓക്സിജൻ എടുത്താൽ അത് 16 ഗ്രാം ഓക്സിജൻ ആറ്റങ്ങൾ എടുത്താൽ 16 ഗ്രാം ഓക്സിജൻ ഞാൻ വെയിറ്റ് ചെയ്തു തൂക്കിയെടുത്തു. 16 ഗ്രാം ഓക്സിജൻ ആറ്റങ്ങൾ. പ്ലീസ് സർ, 16 ഗ്രാം ഓക്സിജൻ ആറ്റങ്ങൾ അത് 1 ഗ്രാം ആറ്റത്തിന് ഈക്വൽ ആണ്. 1 ഗ്രാം ആറ്റത്തിന് ഈക്വൽ ആണ്. ഇത് 1 മോളിന് ഈക്വൽ ആണ്. യെസ്, അതായത് അപ്പോൾ 16 ഗ്രാം ഓക്സിജൻ ആറ്റങ്ങൾ എടുത്താൽ അത് 1 ഗ്രാം ഓക്സിജൻ ആറ്റങ്ങൾ എടുത്താൽ അതിൽ 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു ഇക്വേഷൻ ആണ് ഞാൻ ഫോം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു ഇക്വേഷൻ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ കാർബൺ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. 12 ഗ്രാം കാർബൺ എന്നത് എത്രയാണ്? 12 ഗ്രാം കാർബണിൽ 1 മോൾ ഉണ്ടാവും അല്ലെ? 1 മോൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ മാത്സ് ഒരു 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് നിങ്ങൾ പഠിച്ച എന്താണ് ബേസിക് മാത്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ 24 ഗ്രാം കാർബണിൽ എത്ര മോൾ ഉണ്ടാവും? ഓക്കെ, എത്ര മോൾ ഉണ്ടാവും? ഇതിന്റെ നേരെ ഡബിൾ അല്ലേ? 12 ഗ്രാമിൽ 1 മോൾ ആണെങ്കിൽ 24 ഗ്രാമിൽ എത്ര ഉണ്ടാവും? 2 മോൾ ഉണ്ടാവും. ഓക്കെ, അതായത് ഇപ്പോ 10 മാംഗോ. ഓക്കെ, ഇതിന് 40 റുപ്പീസ് ആണെങ്കിൽ 1 മാംഗോ
എത്ര റുപ്പീസാ? ഒരു അല്ലെ 10 മാങ്ങ 40 രൂപ കിട്ടുമെങ്കിൽ ഒരു മാങ്ങ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? ഇത് നമ്മള് പിന്നെ ചെറിയ ക്ലാസ് പഠിച്ചത് എങ്ങനെയാ? 1 ഇൻറ്റു അല്ലെ ഇതാണ് കാണേണ്ടത്. അപ്പൊ എന്താ 1 ഇൻറ്റു 40 1 ഇൻറ്റു 40/10 4 റുപ്പീസ്. അല്ലെങ്കിൽ 2 മാംഗോ ആണെങ്കിലോ 2 മാംഗോ എത്ര രൂപ കിട്ടും? 2 ഇൻറ്റു 40/10 അല്ലെ 8 റുപ്പീസ്. അതുപോലെയാണ് ഇതും അല്ലെ എന്താ 24 ഇൻറ്റു 1/12 24 ഇൻറ്റു 1/12. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര മോള് കിട്ടും? ഇവിടെ 2 മോള് കിട്ടും. അതായത് ഒരു കാര്യം വ്യക്തമാണ്, ഈ 24 എന്നത് എന്താണ്? ഗിവൺ മാസ് ആണ്, നമുക്ക് തന്നിരിക്കുന്ന മാസ് ആണ് അല്ലെ. 12 ഗ്രാം എന്നത് എന്താണ്? ഗ്രാം ആറ്റോമിക് മാസ് അല്ലേ. അപ്പോ യെസ്, ഗിവൺ മാസ് അറിയാമെങ്കിൽ, തന്നിരിക്കുന്ന മാസ് അറിയാമെങ്കിൽ ആ പർട്ടിക്കുലർ നിശ്ചിത മാസിലുള്ള മോളുകളുടെ എണ്ണം എത്രയാണെന്ന് പറയാം. മോളുകളുടെ എണ്ണത്തിൽ നിന്നും ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്ന് പറയാം അല്ലെ. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് ഞാൻ ഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം ഈക്വൽ ടു എന്താ പറഞ്ഞേ? 2 മോൾ കിട്ടി അല്ലേ. എങ്ങനെ കിട്ടി? ഗിവൺ മാസ് 24 ആണ്, ഗ്രാം ആറ്റോമിക് മാസ് 12 ആണ് അല്ലെ. 24 ഗ്രാം ബൈ 12 ഗ്രാം അല്ലെ. അതായത് ഗിവൺ മാസ് ബൈ ഗ്രാം ആറ്റോമിക് മാസ്. ഗിവൺ മാസ് ബൈ ഗ്രാം ആറ്റോമിക് മാസ് അല്ലെ. GAM നമുക്ക് എഴുതാം. ഗ്രാം ആറ്റോമിക് മാസ് GAM. യെസ്, അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ കൂടി ഉണ്ടാക്കിക്കൂടെ? എന്താണ്? നമുക്കിപ്പോ നമ്പർ ഓഫ് മോൾസ് അറിയാം. നമ്പർ ഓഫ് മോൾസ് അറിയാമെങ്കിൽ മാസ് ഓഫ് ദ സാമ്പിൾ കാണാലോ. എങ്ങനെ കാണാം? ഓക്കെ, നമ്പർ ഓഫ് മോൾസ് അറിയാമെങ്കിൽ നമുക്ക് മാസ് ഓഫ് ദ സാമ്പിൾ കാണാം. നോക്കിക്കോട്ടാ, ഇതാണ് മാസ് ഓഫ് ദ സാമ്പിൾ. ഇത് കാണുമെങ്കിൽ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവും അല്ലേ. അപ്പോൾ മാസ് ഓഫ് ദ സാമ്പിൾ ഗിവൺ മാസ് ഓഫ് ദ സാമ്പിൾ ഈസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം ഇൻറ്റു ഗ്രാം ആറ്റോമിക് മാസ്. ഓക്കെ, അപ്പോൾ ഒരു എന്താണ്? ഒരു സാമ്പിളിന്റെ മാസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് മോൾസ്, മോളുകളുടെ എണ്ണം ഇൻറ്റു ഗ്രാം ആറ്റോമിക് മാസ് ആണ്. മോളുകളുടെ എണ്ണം ഇൻറ്റു ഗ്രാം ആറ്റോമിക് മാസ് ആണ്. യെസ്, ഓക്കെ. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. നമുക്കറിയാം 1 മോൾ കാർബൺ ആറ്റങ്ങൾ എന്നത് 6.022 ഇൻറ്റു 10⁻23 എണ്ണം കാർബൺ ആറ്റങ്ങളാണ് എന്ന കാര്യം നമുക്കറിയാം. അതാണ് 1 മോൾ കാർബൺ ആറ്റങ്ങൾ. 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചോദ്യം ഇതാണ്: 12.044 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റങ്ങൾ എന്നത് എത്ര മോൾ കാർബൺ ആറ്റങ്ങളാണ്? എത്ര മോളായിരിക്കും? 6.022ന്റെ ഡബിൾ ആണ് 12.044. അപ്പോൾ 6.022 ഇൻറ്റു 10⁻23 എന്താണ്? 1 മോൾ കാർബൺ ആറ്റങ്ങളെ സൂചിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ ഡബിൾ 12.044 ഇൻറ്റു 10⁻23 സൂചിപ്പിക്കുന്നത് എത്രയായിരിക്കും? 2 മോൾ ആയിരിക്കും അല്ലെ. അത് നമുക്ക് എങ്ങനെ കിട്ടി? യെസ്, തന്നിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം അതാണ് 12.044 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10⁻23, ദാറ്റ് ഈസ് അവോഗാഡ്രോ നമ്പർ അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. നെക്സ്റ്റ് ഇക്വേഷൻ: നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം, ഓക്കെ,
അതായത് മോൾ ആറ്റങ്ങളുടെ എണ്ണം അല്ലെ, മോൾ ആറ്റങ്ങളുടെ എണ്ണം, മോൾ ആറ്റങ്ങളുടെ എണ്ണം, ഓക്കെ, മോൾ ആറ്റങ്ങളുടെ എണ്ണം എന്നത് എന്താണ്? ഗിവൺ നമ്പർ ഓഫ് ആറ്റംസ്, ഗിവൺ നമ്പർ ഓഫ് ആറ്റംസ് divided by Na. Here Na represents Avogadro number. Okay, so 1 mole equal to 6.022 into 10 raised to 23 എന്നതാണ്. ഓക്കെ, ഇത് സൂചിപ്പിക്കുന്നത് അവോഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ അവോഗാഡ്രോ സംഖ്യയാണ്. അവോഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ അവോഗാഡ്രോ സംഖ്യ. ഓക്കെ, അവോഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ അവോഗാഡ്രോ സംഖ്യ. അപ്പോൾ അവോഗാഡ്രോ നമ്പറിന്റെ സിമ്പലാണ് Na. ഓക്കെ, അവോഗാഡ്രോ നമ്പർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് അടുത്ത ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെ? ആകെ ആറ്റങ്ങളുടെ എണ്ണം, അങ്ങനെയാണെങ്കിൽ ആകെ ആറ്റങ്ങളുടെ എണ്ണം, ആകെ ആറ്റങ്ങളുടെ എണ്ണം, ഓക്കെ, ആകെ ആറ്റങ്ങളുടെ എണ്ണം മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു എന്താ? നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസിനെ നിങ്ങൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? അവോഗാഡ്രോ നമ്പർ കൊണ്ട്. അപ്പോൾ ഗിവൺ നമ്പർ ഓഫ് ആറ്റംസ്, ഓക്കെ, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നോക്കാം. 1 മോൾ എന്നത് 6.022 into 10 raised to 23 ആറ്റങ്ങളാണെങ്കിൽ അല്ലെ, 2 മോൾ എന്നത് അപ്പൊ എത്ര ആറ്റങ്ങളായിരിക്കും? ഇതിന്റെ ഡബിൾ ആയിരിക്കും അല്ലെ? അതാണ് നമ്പർ ഓഫ് മോൾസ് എന്നത് 2 മോൾ, 2 ഇൻറ്റു ഇത് അല്ലെ, 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. 1 മോൾ എന്നത് 6.022 into 10 raised to 23 ആറ്റങ്ങളാണെങ്കിൽ 2 മോൾ എന്നത് എത്രയായിരിക്കും? 2 ഇൻറ്റു 6.022 into 10 raised to 23 ആയിരിക്കും. 3 മോൾ എന്നത് എന്തായിരിക്കും? 3 ഇൻറ്റു 6.022 into 10 raised to 23 ആയിരിക്കും. ഓക്കെ, ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1 gram atomic mass of any element always equal to atomic mass in gram, which is equal to 1 mole, that is 1 mole contains 6.022 into 10 raised to 23 number of atoms. അപ്പോൾ 1 gram atomic mass നിങ്ങൾ ഏത് എലിമെന്റ് എടുത്താലും ഓക്കെ, അത് ഗ്രാമിലുള്ള അതിന്റെ ആറ്റോമിക് മാസിന് ഈക്വൽ ആണ് 1 GAM, 1 gram atomic mass. ഓക്കെ, അത് 1 മോളിന് ഈക്വൽ ആണ്. നമുക്കറിയാം 1 മോൾ എന്നത് 6.022 into 10 raised to 23 ആണ്. അതാണ് അവോഗാഡ്രോ നമ്പർ പറയുന്നത്. അപ്പോൾ 1 gram atomic mass ഏത് എലിമെന്റ് എടുത്താലും അതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം 6.022 into 10 raised to 23 ആണ്. 1 gram atomic mass ഏത് എലിമെന്റും അതിന്റെ ഗ്രാമിലുള്ള ആറ്റോമിക് മാസിന് ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ 1 gram atomic mass of carbon equal to 12 gram ആണ്. കാരണം കാർബണിന്റെ ആറ്റോമിക് മാസ് എത്രയാണ് നമുക്കറിയാം? 12 U ആണ്. ഓക്കെ, അപ്പോൾ അത് 12 gram ഈക്വൽ ആണ്. അപ്പോൾ 12 gram കാർബൺ ഈക്വൽ ടു 1 GAM of carbon. Then 12 gram carbon is equal to 1 mole of carbon. 1 mole of carbon ആണ്. അത് 1 മോൾ കാർബൺ ആറ്റങ്ങൾക്ക് തുല്യമാണ്. അപ്പോൾ 1 മോൾ കാർബൺ ആറ്റങ്ങൾ മീൻസ് അതിലുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 6.022 into 10 raised to 23 ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ടേബിൾ ഈ പട്ടിക നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നോക്കിക്കോളൂ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ? എലമെന്റ് മൂലകം കാർബൺ, ആറ്റോമിക് മാസ് 12, മാസ് ഇൻ ഗ്രാം, ഗ്രാമിലുള്ള മാസ് അപ്പോൾ എന്താ? 12 gram ആണ്. അപ്പോൾ GAM 1 GAM ആണ്. നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു 6.022 into 10 raised to 23 ആണ് നമുക്കറിയാം. അപ്പോൾ 1 GAM
ഈക്വൽ ടു എന്താ 1 മോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ 1 gram atomic mass of carbon is 12 gram of carbon. 1 gram atomic mass of hydrogen is 1 gram of 1 gram hydrogen. Okay. 1 gram atomic mass of oxygen is 16 gram oxygen. Okay. Yes. Then 1 GAM of any element contains 1 mole atoms. 1 mole atoms. That means 6.022 into 10 raised to 23 number of atoms. അപ്പോൾ നിങ്ങൾ എന്താണ് 1 GAM 1 atomic mass ഏതൊരു മൂലകം എടുത്താലും ഓക്കെ യെസ് അതിൽ അടങ്ങിയിരിക്കുന്നത് എപ്പോഴും അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 1 മോൾ ആണ്. അതായത് അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പട്ടിക പൂർത്തിയാക്കാം. അപ്പോൾ എലമെന്റ് മൂലകം കാർബൺ ആറ്റോമിക മാസ് 12 മാസ് ഇൻ ഗ്രാംസ് ഗ്രാമിലുള്ള മാസ് അപ്പോൾ എന്താ അല്ലേ 12 ഗ്രാം ആണ്. GAM 1 GAM ആണ്. നമ്പർ ഓഫ് ആറ്റംസ് ആറ്റങ്ങളുടെ എണ്ണം 6.022 into 10 raised to 23 ആണ്. അതുപോലെ ഓക്സിജൻ ആറ്റോമിക് മാസ് 16 ആണ്. അപ്പോൾ 16 ഗ്രാം ഓക്സിജൻ അല്ലെ 16 ഗ്രാം ഓക്സിജൻ അതാണ് 1 GAM ഓഫ് ഓക്സിജൻ. ഓക്കെ 1 ഗ്രാം ആറ്റോമിക് മാസ് ഓക്സിജൻ അതിലുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം 6.022 into 10 raised to 23 ആണ്. അങ്ങനെയാണെങ്കിൽ നൈട്രേറ്റ് കേസിലോ ആറ്റോമിക് മാസ് 14 ആണ്. അപ്പോൾ 14 ഗ്രാം ഇവിടെ നമുക്ക് ഫിൽ ചെയ്യാം അല്ലേ. യെസ് ഗ്രാമിലുള്ള ആറ്റോമിക് മാസ് 14 ഗ്രാം ആണ്. 14 ഗ്രാം ഓക്സിജൻ ആറ്റം എന്നത് 1 GAM ആണ്. 1 ഗ്രാം ആറ്റോമിക് മാസ് ആണ്. അത് 1 ഗ്രാം ആറ്റോമിക് മാസ് എപ്പോഴും 1 മോളിന് ഈക്വൽ ആണ്. 1 ഗ്രാം ആറ്റോമിക് മാസ് എപ്പോഴും 1 മോളിന് ഈക്വൽ ആണ്. അത് 6.022 into 10 raised to 23 എണ്ണമാണ്. അതുപോലെ ക്ലോറിൻ ആറ്റോമിക് മാസ് 35.5. ഇപ്പോൾ ഗ്രാമിലുള്ള മാസ് 35.5 ഗ്രാം ആണ്. യെസ് 35.5 ഗ്രാം ആണ്. യെസ് അപ്പോൾ ഇതും എന്താണ് 1 GAM ആണ് അല്ലെ. GAM നമ്പർ ഓഫ് GAM 1 ആണ്. അപ്പോൾ ഇതിലുള്ള ക്ലോറിൻ ആറ്റങ്ങളുടെ എണ്ണം 6.022 into 10 raised to 23 ആണ്. ഇപ്പോൾ ഇപ്പോൾ എക്സാമിന് ഇപ്പോൾ നമ്പർ ഓഫ് മോൾസ് കാണാൻ പറഞ്ഞാലും നമ്പർ ഓഫ് ഗ്രാം ആറ്റംസ് കാണാൻ പറഞ്ഞാലും എന്താണ് സംഗതി സെയിം തന്നെയാണ്. ഓക്കെ നമ്പർ ഓഫ് മോൾസിന് പകരം നമ്മൾ നമ്പർ ഓഫ് ഗ്രാം ആറ്റംസ് എന്ന് പറയുന്നു. 1 ഗ്രാം ആറ്റം 1 മോൾ ആണെങ്കിൽ 2 ഗ്രാം ആറ്റം എത്ര മോളായിരിക്കും 2 മോളായി. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻസ് നമുക്ക് നോക്കാം. അതായത് എങ്ങനെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റം കാണാം അല്ലെ. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റങ്ങളുടെ മോൾ എണ്ണം ഈക്വൽ ടു എന്താ ഗിവൺ മാസ് അതായത് തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം ആറ്റോമിക് മാസ് അല്ലെങ്കിൽ ഗിവൺ നമ്പർ ഓഫ് ആറ്റംസ് തന്നിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആറ്റോമിക് നമ്പർ. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്രാം മോളിക്കുലർ മാസ് എന്ന ആശയമാണ്. അപ്പോൾ ഗ്രാം മോളിക്കുലർ മാസിൽ നിന്നും നമ്മൾ എങ്ങനെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾ കാണാം. അതായത് തന്മാത്രകളുടെ മോൾ എണ്ണം നമുക്ക് എങ്ങനെ കാണാം. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്താണ് മോളിക്കുലർ മാസ്, എന്താണ് ഗ്രാം മോളിക്കുലർ മാസ്. ഓക്കെ ദെൻ എങ്ങനെ നമുക്ക് തന്മാത്രകളുടെ മോൾ എണ്ണം നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് എങ്ങനെ കാണാം. ഈ കാര്യങ്ങളാണ് എൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ സ്റ്റുഡൻസ്, ഗുഡ് ബൈ, സ്റ്റഡി വെൽ.